പാലക്കാട് SIR 2002 പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്തവർ ഹിയറിംഗിന് ഹാജരാകണമെന്ന് നിർദ്ദേശം. ജില്ലയിലെ 2002 പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരുന്ന SIR പട്ടികയിൽ മാപ്പിംഗ് നടത്താൻ കഴിയാത്തവരുടെ പേരും ഉൾപ്പെടുത്തും. ഇവർക്കാണ് ഹിയറിംഗ് ഹാജരാക്കാൻ നോട്ടീസ് അയക്കുക. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, വിശദാംശം. അജി, ഇത് ഈ മൊത്തം സംസ്ഥാനത്തുള്ള ഒരു പ്രശ്നമായി ഉള്ളൊരു വിഷയമാണ്. ഇതിൽ പാലക്കാട് ജില്ലയിൽ 1,61,661 പേരാണ് ഉൾപ്പെടുന്നത്. അതായത് 2002 വോട്ടർ അല്ലാത്ത ഒരു വ്യക്തി, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ വോട്ടർ അല്ലാത്ത വ്യക്തികളാണ് ഈ 1,61,661 എന്ന് പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള കണക്ക്. അത് ഓരോ ജില്ലയിലും ഇത് സംഖ്യാനുപാതികമായി വ്യത്യാസം വരും. ഇത്തരം ആളുകളുടെ ഈ BLOമാർ അപ്ലോഡ് ചെയ്ത ഫോമുകൾ അത് 2002മായി മാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കരട് വോട്ടർ പട്ടികയിൽ അത്തരം ആളുകളുടെ പേര് ഉൾപ്പെടുത്തുമെങ്കിലും അവർക്ക് ഹിയറിംഗ് നോട്ടീസ് അയക്കുമെന്നാണ് ഇന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അത് എല്ലാ ജില്ലകളിലും സമാനമായ രീതിയിലാകും ഉണ്ടാവുക. ഇതിൽ ഈ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. അതോടൊപ്പം 2002 ഇവർ എവിടെയായിരുന്നു താമസിച്ചത് എന്ന് തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കണം. അതായത് എനിക്ക് 2002 വോട്ടില്ല, എൻ്റെ മാതാപിതാക്കളെയും 2002 വോട്ടില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചാൽ അവർ അവരുടെ ഈ 12 രേഖകളിൽ ഒന്നും അവർ 2002 എവിടെ താമസിച്ചു എന്ന് തെളിയിക്കുന്ന രേഖയും ഹാജരാക്കണം. ഹിയറിംഗിന്റെ സ്വഭാവം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ അത് ഉണ്ടാകും. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പോയി അവിടെ ഈ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ രേഖകൾ ഹാജരാക്കുകയാണോ, അതല്ല BLOമാർ തന്നെ വീട്ടിലേക്ക് വരികയാണോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അത് പാലക്കാട് ജില്ലയിൽ മാത്രം 1,00,000-ലധികം ആളുകൾ ഈ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.